لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فلما جن عليه الليل رأى كوكبا قال هذا ربي فلما أفل قال لا أحب الآفلين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ കൃത്യമായി മനസ്സിലാക്കിയും അവ പാലിച്ചും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മുത്തഖീങ്ങളും മുഅ്മിനീങ്ങളുമായി ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഒന്നാമതായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ ആ രീതിയിൽ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം അനുസ്മരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇത്. 5000-ഓളം വർഷം പഴക്കമുള്ള ഒരു ചരിത്രമാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം എന്ന് നമുക്കൊക്കെയും അറിയാം. ആ ചരിത്രങ്ങൾ വിശ്വാസികളുടെ മനസ്സിൽ നിന്ന് വിസ്മരിക്കപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് പ്രത്യേകമായ താല്പര്യവും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികളായ മുഴുവൻ മനുഷ്യ സമൂഹത്തോടും ആ മാർഗം പിന്തുടരാൻ ഖുർആൻ ആവശ്യപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആൽ ഇംറാനിന്റെ 95-ാമത്തെ വചനത്തിൽ നമുക്ക് ഇങ്ങനെ ഖുർആനിൽ കാണാം.
അള്ളാഹു പറയുന്നുണ്ട്, ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ. ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ, മാർഗത്തെ നിങ്ങൾ വക്രതയില്ലാത്ത വിധം പിന്തുടരണം എന്നാണ്. വക്രതയില്ലാത്ത വിധം പിന്തുടരണം. ഇബ്രാഹിം നബിയെ നബിയായി അംഗീകരിച്ച് ആ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നിന്ന് പാഠമായി ഉൾക്കൊണ്ട പാഠങ്ങളെ മാറ്റി നിർത്തി കേവലമായ മുസ്ലിമായി നിങ്ങൾ ജീവിക്കേണ്ടതില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ചരിത്രം, പ്രവാചകന്റെ ജീവിതം അത് ഒരു മാർഗമായി, മില്ലത്തായി നിങ്ങൾ പിന്തുടരണം. അത് ജീവിതത്തിന്റെ ഭാഗമായി നിങ്ങൾ കൊണ്ടുപോകണം എന്നാണ് ഖുർആൻ ഇവിടെ കൃത്യമായി വിശദീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിശദീകരിക്കുന്നത്? നിങ്ങൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ പിന്തുടരണമെന്ന് പറയണമെങ്കിൽ അതിന് കൃത്യമായൊരു കാരണം ഉണ്ടാവണം. ഞാൻ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഏതെങ്കിലും ഒരാളെ, മറ്റൊരാളുടെ രീതിയെ ഇഷ്ടപ്പെടാനോ അതിനെ പിന്തുടരാനോ താല്പര്യപ്പെടുന്നുവെങ്കിൽ അതിനെന്തെങ്കിലും പ്രത്യേകതകൾ വേണം. ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു സൂറത്ത് മുംതഹിനയിലെ 4-ാമത്തെ വചനത്തിൽ, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു. ഇബ്രാഹിം നബിയിലും ആ ഇബ്രാഹിം നബിയുടെ കൂടെയുള്ളവരിലും നിങ്ങൾക്കെല്ലാവർക്കും ഉത്തമമായ ഒരു മാതൃകയും. അതായത് പ്രവാചകൻ ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും ജീവിതം വിശ്വാസി സമൂഹത്തിന് അത് ഉത്തമമായ മാതൃകയാണ്. നമുക്കറിയാം 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്ന സുന്നത്ത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മോട് പറയുന്ന കൂടെ തന്നെ 5000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിന്തുടരാനും ഖുർആൻ നമ്മോട് താല്പര്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായി. അവസാന പ്രവാചകനായ മുഹമ്മദ് നബിയുടെ സുന്നത്ത് പിൻപറ്റുന്നതോടൊപ്പം ആ പ്രവാചക പരമ്പരയിലെ ഏറ്റവും സുപ്രധാനിയായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തും വിശ്വാസി സമൂഹം പിന്തുടരണം, അത് പിൻപറ്റി ജീവിക്കണം. കേവലം കഥകൾ കേൾക്കാനല്ല, കേവലം ചരിത്രം പറയാനല്ല, കേവലം കഥാപ്രസംഗങ്ങളോ അതുപോലെയുള്ള പാട്ടുകളോ രചിക്കാനല്ല ഇബ്രാഹിമിയുടെ ചരിത്രം. ആ ഇബ്രാഹിം നബിയുടെ ചരിത്രത്തെ, ആ ഇബ്രാഹിം നബിയുടെ ജീവിതത്തെ മില്ലത്തായി, മാർഗമായി കണ്ട് ആ മാർഗത്തിലൂടെ നിങ്ങൾ ജീവിക്കണം എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അത്രമേൽ മഹത്തരമായ ജീവിത പാഠങ്ങൾ ഇബ്രാഹിം നബിയുടെയും അവിടുത്തെ കുടുംബത്തിന്റെയും ജീവിതത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടും. അല്ല, അത് ബോധ്യപ്പെടുന്നുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് പോലും, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയുന്ന സമയത്ത് പോലും അവിടെ കടന്നു വരികയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര്. ആലോചിച്ചു നിങ്ങൾ, ഒരുപാട് പ്രവാചകന്മാർ ഈ ഭൂമി ലോകത്ത് കടന്നു വന്നിട്ട് ഒരു സത്യവിശ്വാസി അവന്റെ നമസ്കാരങ്ങൾ നിർബന്ധമായും ചൊല്ലേണ്ടുന്ന സ്വലാത്തിൽ പോലും ഇബ്രാഹിം നബിയുടെ പേര് കടന്നു വന്നുവെങ്കിൽ ആ പ്രവാചകൻ ലോകത്ത് കാണിച്ച അത്ഭുതങ്ങൾ അല്ലെങ്കിൽ മാനവ സമൂഹത്തിന് കാട്ടിക്കൊടുത്ത വഴികൾ അത് അത്രമേൽ മഹത്തരമായതുകൊണ്ടാണ്. ആ ഇബ്രാഹിം നബിയുടെ ജീവിത മാതൃക സമകാലിക ലോകത്ത് സാഹചര്യത്തിൽ എത്രമാത്രം പ്രസക്തമാണ്, നമ്മളുമായി അത് എത്രമാത്രം കണക്റ്റഡ് ആണ് എന്നാണ് ഇന്നത്തെ ഖുതുബയിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇബ്രാഹിം നബി ചരിത്രം പറയാനല്ല, സമകാലിക ലോകത്ത് സമകാലിക സാഹചര്യങ്ങളിൽ ഇബ്രാഹിം നബിയുടെ ജീവിതം, അവിടുത്തെ കുടുംബത്തിന്റെ മാതൃക അത് എത്രമാത്രം നമ്മുടെ ജീവിതവുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു നമ്മൾ ഓരോന്നും മനസ്സിലാക്കണം. വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേട്ടിരിക്കണം. അത് ഏറ്റവും സുപ്രധാനമായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദഅവത്ത് ആണ്. ഒന്നാമത്തെ ഭാഗം, പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം. ബിംബാരാധനയുടെ, ശിർക്കിന്റെ എല്ലാ തലങ്ങളും അടക്കി വാഴുന്ന ഒരു കാലഘട്ടത്തിലും സാഹചര്യത്തിലും അത്തരം ഒരു കുടുംബത്തിലുമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്നത്. ബിംബങ്ങളെ ആരാധിക്കുന്ന, ബിംബങ്ങൾ കച്ചവടം നടത്തിയിരുന്ന, ബിംബങ്ങൾ നിർമ്മിച്ചിരുന്ന, അത് തന്നെയായിരുന്നു ആ നാട്ടിൽ മുഴുവനും ഉണ്ടായിരുന്നത്. ഇനി പരിശോധിച്ചു നോക്കൂ, ഇന്നത്തെ കാലഘട്ടത്തിലും
നമ്മൾ സാധാരണ പറയുന്ന പോലെ നിൽക്കുന്ന ബിംബങ്ങളും കിടക്കുന്ന ബിംബങ്ങളും ഇരിക്കുന്ന ബിംബങ്ങളും ഒക്കെയുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് ജീവനുള്ള ദൈവങ്ങൾ പോലും നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന നമ്മൾ ഇവിടേക്ക് ചേർത്ത് വെക്കണം. നമുക്കറിയാം, മക്ബറകളെ ബിസിനസിന്റെ കേന്ദ്രമാക്കി മാറ്റുകയാണ്. അത് ഓരോ നാട്ടിലും ഏതെങ്കിലും മഹാനായ ഒരു മനുഷ്യൻ ഇനി മഹാനായിക്കൊള്ളണമെന്നില്ല, മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പോരിശകൾ പറഞ്ഞ് അതൊരു വലിയ ബിസിനസ്സായി, ഒരു വരുമാന മാർഗമായി, വിശ്വാസി സമൂഹത്തെ ചൂഷണം ചെയ്യാനുള്ള വഴിയായി തെരഞ്ഞെടുക്കുന്ന ആളുകൾ, അത് പൗരോഹിത്യം അതിനുവേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പരിശോധിച്ച് നോക്കും, ബിംബങ്ങളുടെ സമീപമുള്ള കൊടികളും മാലകളും പുതപ്പുകളും അർച്ചനകളും പ്രാർത്ഥനകളും നേർച്ചകളും ഒക്കെയും നമ്മൾ കാണുന്നുണ്ട്. അവയൊക്കെയും എവിടെയും നമ്മൾ കാണുകയാണ്, ഖബറിനടുത്തും നമ്മൾ കാണുകയാണ്. അത് മറ്റു മതവിശ്വാസികളായ ആളുകൾ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമെന്നോണം ബിംബങ്ങൾക്ക് മുമ്പിൽ നേർച്ചകൾ അർപ്പിക്കുകയാണ്, അവിടെ കൊടികൾ നാട്ടുകയാണ്, അവിടെ മാലകൾ സ്ഥാപിക്കുകയാണ്, അവിടെ പുതപ്പും അർച്ചനകളും പ്രാർത്ഥനകളുമായി കഴിഞ്ഞുകൂടുക. അതേ കാഴ്ചകൾ മുഴുവനും മൺമറഞ്ഞുപോയ മഹാന്മാരായതോ അല്ലെങ്കിൽ അല്ലാത്തതോ ആയ മക്ബറകളിൽ നമ്മൾ കാണുമ്പോൾ അവിടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന നമ്മളൊന്ന് പരിശോധിക്കണം. പ്രവാചകൻ പ്രാർത്ഥിച്ചെന്താണെന്നറിയോ? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അല്ലാഹുവേ എൻ്റെ ഖബറിടത്തെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമായി, ബിംബമായി അല്ലാഹുവേ നീ മാറ്റരുത് എന്നാണ്. ഖബറാണെങ്കിൽ പോലും, ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ എത്ര മഹത്വമുള്ളവനാണെങ്കിൽ പോലും, അത് പ്രവാചകന്മാരാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു സാധ്യത മൺമറഞ്ഞുപോയ മഹാന്മാരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കി അവിടെ നേർച്ചകളും അർച്ചനകളും പ്രാർത്ഥനകളും നടത്താൻ എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ അത്തരത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി ഒരിക്കലും പ്രാർത്ഥിക്കൂല. പ്രവാചകൻ പ്രാർത്ഥിച്ചത് അല്ലാഹുവേ എൻ്റെ ഖബറിടത്തെ ഖബർ എന്ന് തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കണത്, നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഒരുപാട് മക്ബറകളുണ്ട്. ഒരു ഭാഗത്ത് സിയാറത്ത് ടൂറുകൾ എങ്ങനെ ആരംഭിക്കുന്നത് തന്നെ അങ്ങ് ഏറുവാടിയിൽ നിന്ന് തുടങ്ങി അങ്ങനെ നാട്ടിൽ കാണുന്ന മുഴുവൻ മക്ബറകളിലൂടെയും അങ്ങനെ ഹജ്ജിന് പോകുന്ന ആളുകൾ പോലും ഹജ്ജിന്റെ മുന്നേ ആ യാത്ര സുഖകരമാകുന്നതിന് വേണ്ടി അവർ നടത്തുന്ന സിയാറത്ത് ടൂറുകൾ ഇങ്ങനെയാണ്. മൺമറഞ്ഞു പോയ ഇത്തരത്തിലുള്ള മഹാന്മാരായ ആളുകളുടെ ഖബറിടങ്ങളിലൂടെ സഞ്ചരിച്ച് അവിടെ നേർച്ചകളും കാണിക്കകളും സമർപ്പിച്ച് അവിടെ വിളക്ക് കത്തിച്ച് അവരോട് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് നിവേദ്യങ്ങൾ സ്വീകരിച്ച്, നമ്മൾ വിചാരിക്കുന്നതൊക്കെ വെറുതെ പറയണം, ഒന്ന് സന്ദർശിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കാണാനെങ്കിലും ഒന്ന് അവിടെ നിന്ന് ലഭിക്കുന്ന നിവേദ്യങ്ങൾ പോലും മറ്റു മതസ്ഥർ അത് എത്രയോ മഹത്വത്തോടു കൂടി സ്വീകരിക്കുന്നതിനേക്കാളും വലിയ ഗൗരവത്തിൽ അത് സ്വീകരിച്ച് അത് കുടിച്ച് മക്കൾക്ക് കൊടുത്ത് ശരീരത്തിലാകമാനം തേച്ച് എന്തോ ഒരു വലിയ മഹത്വമുള്ളതായി മുന്നോട്ട് പോകുമ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പ്രാർത്ഥന ഇവിടെ നമ്മൾ പ്രത്യേകം ഓർത്തു വെക്കാം. അല്ലാഹുവേ എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമായി പടച്ചോനെ നീ മാറ്റരുതേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചുവെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളെ ഒന്ന് പരിശോധിക്കണം. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അത് ഇസ്ലാമല്ല, അത് ഇസ്ലാമുമായി അതിന് ബന്ധമില്ല, പ്രവാചകന്റെ ചര്യയുമായി അതിന് ബന്ധമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജീവിതകാലം മുഴുവനും പടവെട്ടിയത്, പ്രബോധനം നടത്തിയത് അത്തരം കാഴ്ചകളെ, അത്തരം സംവിധാനങ്ങളെ, അത്തരം രീതികളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ്. അത്തരം ഒരു പ്രവാചകന്റെ ചരിത്രം നമ്മൾ അനുസ്മരിക്കുമ്പോൾ അത്തരം ഖബറുകളിലേക്ക് യാത്ര പോകുന്നവരോ അവിടെ നേർച്ചകൾ സമർപ്പിക്കുന്നവരോ അവിടെ നിന്ന് നിവേദ്യങ്ങൾ സ്വീകരിക്കുന്നവരോ ആയി നമ്മൾ മാറാൻ പാടില്ല. അതിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഗുണം പ്രതീക്ഷിക്കുന്നവരോ അവിടെ സന്ദർശിച്ചാൽ എന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറുമെന്നോ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ മാർഗം അത് പിഴച്ച മാർഗമായിട്ട് മാറും. അവിടെ ഇബ്രാഹിം നബി നമ്മെ അത് പഠിപ്പിച്ചിട്ടില്ല. ഇബ്രാഹിം നബിയുടെ ജീവിതം നമ്മൾ മുഴുവൻ പരിശോധിച്ചാൽ നമുക്ക് കാണാം. പ്രവാചകന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ 16-ാമത്തെയോ 18-ാമത്തെയോ വയസ്സിൽ തുടങ്ങിയ ഇത്തരത്തിലുള്ള ശിർക്ക് സംബന്ധമായ മുഴുവൻ വിശ്വാസങ്ങളോടുമുള്ള പോരാട്ടം അത് മരണം വരെയും തുടരുകയാണ്.
അവിടെ എവിടെയും ഏതെങ്കിലും ഒരു സമയത്ത് പോലും അത് പ്രാർത്ഥിക്കാം എന്ന് നമുക്ക് അനുവാദം തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഖുർആൻ നിങ്ങൾ ആ പ്രവാചകന്റെ മില്ലത്ത് പിന്തുടരണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സുന്നത്ത് നിങ്ങൾ അനുധാവനം ചെയ്യണമെന്ന് പറഞ്ഞത്. ഇവ രണ്ടും കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം, ജീവിതത്തിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മൾ അർപ്പിക്കേണ്ടത് റഹ്മാനായ അള്ളാഹുവിനോട് മാത്രമാണ്. അവിടെ നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ട ഒരു കാര്യം, ദഅവത്ത് നടത്തുന്ന സമയത്ത്, മറ്റൊരാൾക്ക് ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി കാണിച്ച ഉത്തമമായ മാതൃകയുണ്ട്. പ്രവാചകന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ട മാതൃകയുണ്ട്. ഹിക്മത്തോടുകൂടി, യുക്തി ചിന്തയോട് കൂടിയിട്ട്, അതേപോലെ നസീഹത്തോടുകൂടി, ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയാവരുത് നമ്മുടെ സംസാരങ്ങൾ, ആരെയും പ്രയാസപ്പെടുത്താൻ വേണ്ടിയാവരുത്. വിശുദ്ധ ഖുർആൻ ദഅവത്തുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്തൊക്കെ നമ്മളോട് പറയുന്നത് ഹിക്മത്തോടുകൂടിയും നസീഹത്തോടു കൂടിയായിരിക്കണം എന്നാണ്. മറ്റൊരാളെ പ്രയാസപ്പെടുത്തുന്ന അത്തരം വാക്കുകൾ ഉപയോഗിച്ച്, പരിഹാസ്യങ്ങൾ ഉപയോഗിച്ച് പറയാതിരിക്കാൻ സമകാലിക സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും പരമാവധി ശ്രദ്ധിക്കണം എന്നാണ് ഈ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. രണ്ടാമത്തെ കാര്യം, ലോകത്തിന്റെ സൃഷ്ടാവും പരിപാലകനും നിയന്താവും അള്ളാഹു മാത്രമാണ്. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, ഈ ലോകം സൃഷ്ടിച്ചതും ഈ ലോകം പരിപാലിക്കുന്നതും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും അത് അള്ളാഹു മാത്രമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും തന്റെ ജനതയും തമ്മിലുണ്ടായ വാദപ്രതിവാദങ്ങൾ, മാന്യമായ വാദപ്രതിവാദങ്ങൾ, അത് വിശുദ്ധ ഖുർആൻ ഒരു ചരിത്രമായി സൂറത്തു അൻആമിന്റെ 76 മുതൽ 79 വരെയുള്ള വചനത്തിൽ പറയുന്നുണ്ട്. അത് വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കാനെ. സൂറത്തു അൻആം 6-ാമത്തെ അധ്യായം, അതിലെ 76 മുതൽ 79 വരെയുള്ള വചനത്തിലൂടെ മാനവ സമൂഹത്തെ, വിശ്വാസി സമൂഹത്തെ എന്തിനെയാണ് ആരാധിക്കേണ്ടത്, ആരെയാണ് ഇലാഹായി കാണേണ്ടത്, എന്തിനെയാണ് ഇലാഹായി കാണേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. അവിടെ ആദ്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു, രാത്രി ഇങ്ങനെ മൂടി വന്ന സമയത്ത്, റഅ കൗകബൻ, ഇബ്രാഹിം നബി ആകാശത്ത് നക്ഷത്രത്തെ കണ്ടു. ഖാല ഹാദാ റബ്ബി, അതാണ് എന്റെ ദൈവം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഫലമ്മാ അഫല, ആ കൗകബ് മറഞ്ഞപ്പോ, അസ്തമിച്ചു പോയപ്പോ, ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ, ഇങ്ങനെ ചില സമയത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്ന, ചില സമയത്ത് അപ്രത്യക്ഷമാകുന്ന ഈ നക്ഷത്രത്തെ എനിക്ക് റബ്ബായി സ്വീകരിക്കാൻ കഴിയില്ല. ഒന്നാമത് പ്രഖ്യാപിച്ചു. അതൊക്കെയും അവരുടെ ദൈവങ്ങളായിരുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ ഇബ്രാഹിം നബി കടന്നു വരുമ്പോ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ അവർ ആരാധിച്ചിരുന്നു. കണ്ണിൽ കണ്ടതിനെല്ലാം അവർ ആരാധിച്ചിരുന്നു. അതുകൊണ്ടാണ് ബുദ്ധിപരമായി ഇബ്രാഹിം നബി എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം പറയുന്നുണ്ട്, ഫലമ്മാ റഅൽ ഖമറ ബാസിഅൻ, ചന്ദ്രൻ ഉദിച്ചു വരുന്നത് കണ്ട സമയത്ത്, ഖാല ഹാദാ റബ്ബി, ഞാൻ കൗകബിനെ വിട്ടു, നക്ഷത്രത്തെ വിട്ടു, ഞാനിതാ ഈ ചന്ദ്രൻ എന്റെ ദൈവമായിട്ട് കാണുകയാണ്, എന്റെ റബ്ബായിട്ട് കാണുകയാണ്. ഫലമ്മാ അഫല, ആ ഖമറും ചന്ദ്രനും അസ്തമിച്ചു പോയ സമയത്ത്, ഖാല ലഇൻ ലം യഹ്ദിനി റബ്ബി ലഅകൂനന മിനൽ ഖൗമിൽ ളാലിൻ, എന്റെ റബ്ബ് എന്നെ ഹിദായത്തിലാക്കിയില്ലായിരുന്നുവെങ്കിൽ, എന്റെ റബ്ബ് എനിക്ക് സന്മാർഗം കാണിച്ചു തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനും വഴിപിഴച്ചു പോയ ആളുകളുടെ കൂട്ടത്തിൽ പെടുമായിരുന്നു. അതായത് ഈ ഖമറിനെ ദൈവമായി കാണുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പെടുമായിരുന്നു. അതിനെ ഒഴിവാക്കി. മൂന്നാമത്തത്, ഫലമ്മാ റഅ ശംസ, സൂര്യനെ കണ്ടപ്പോ, ബാസിഅതൻ, അത് ഉദിച്ചു വരുന്നതായിട്ട് കണ്ടപ്പോ, ഖാല ഹാദാ റബ്ബി ഹാദാ അക്ബർ, അതൊക്കെ വിട്ടു ഞാൻ, ചന്ദ്രനെ വിട്ടു, നക്ഷത്രങ്ങളൊക്കെ ഞാൻ വിട്ടു, ഇതാണ് ഏറ്റവും വലുത്, ഇതാണ് എന്റെ റബ്ബ്, അദ്ദേഹം പ്രഖ്യാപിച്ചു. ഫലമ്മാ അഫല, ആ സൂര്യൻ അസ്തമിച്ചു പോയപ്പോ, ഖാല യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഇന്നി ബരീഉൻ മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഞാൻ മുക്തനാണ്. നിങ്ങൾ ഈ പങ്കു ചേർക്കുന്ന സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ ആരാധിക്കുന്നവനായിട്ട് ഞാനില്ല. പകരം എന്റെ റബ്ബാര, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫ, എന്റെ മുഖം ഞാൻ തിരിക്കുന്നത്, എന്റെ ആരാധ്യനായി, എന്റെ റബ്ബായി, എന്റെ ഇലാഹായി ഞാൻ സ്വീകരിക്കുന്നത് ഈ ആകാശ ഭൂമികളെയൊക്കെ സൃഷ്ടിച്ച രക്ഷിതാവിനെയാണ്. വമാ അന മിനൽ മുശ്രികീൻ, ഞാൻ പങ്കു ചേർക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ഇത് വർത്തമാനകാല സാഹചര്യത്തിൽ പരിശോധിക്കണം. അള്ളാഹുവിന്റെ അസ്മാഉകളുണ്ട്. തൗഹീദ് പറയുമ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്ന അള്ളാഹുവിന്റെ ചില വിശിഷ്ടമായ നാമങ്ങളുണ്ട്, അള്ളാഹുവിന്റെ ചില വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങളൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളായ
പലർക്കും വകവെച്ചു കൊടുത്ത് അവരെ ഔലിയാക്കളായി സ്വീകരിച്ച് അവർ ഈ പ്രപഞ്ചത്തെ, ഈ ഭൂമിയെ നിയന്ത്രിക്കുന്നവരായിരുന്നുവെന്നും അവർ കാണിച്ചു കൂട്ടിയ പല കറാമത്ത് കഥകളും ആളുകളുടെ മുന്നിൽ ഇല്ലാ കഥകളായി പറഞ്ഞ് അത് പരിഹാസ്യമായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അത്തരം പൗരോഹിത്യത്തെ നമ്മൾ കൃത്യമായി സൂക്ഷിക്കണമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം. പല കഥകളും നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നതും ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതും ആര്? ഈ ഭൂമി ലോകത്ത് ഒരു മനുഷ്യനായി പറന്നുകൊണ്ട് പിന്നീട് അപ്രത്യക്ഷനായ ഒരു മനുഷ്യൻ. ഇബ്രാഹിം നബി പറഞ്ഞു, പ്രത്യക്ഷപ്പെടുന്നതും അപ്രത്യക്ഷപ്പെടുന്നതുമായതൊന്നും എന്റെ ദൈവമല്ല, എന്റെ ഇലാഹല്ല. എന്റെ ഇലാഹ് അത് എന്നെന്തും ജീവിച്ചിരിക്കുന്നവനായ എന്റെ റബ്ബാണ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണ്. ഇങ്ങനെ ഈ റബ്ബിൽ നിന്ന് മാറിയിട്ട് ആ റബ്ബിന്റെ സൃഷ്ടികളിലേക്ക് മനുഷ്യർ ഇത്രമേൽ ഗൗരവത്തോടു കൂടി കടന്നു വരുമ്പോ അത് അനിസ്ലാമികമാണെന്ന് പറയാൻ വിശ്വാസികളായ നമ്മൾ പഠിക്കുകയും അത് മനുഷ്യ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും വേണം. രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തത് നിർഭയത്വം. ഒരു വിശ്വാസിക്ക് ആ വിശ്വാസം നൽകുന്ന നിർഭയത്വം അത് എത്ര വലുതാണ് എന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് 5 വക്ത് നമസ്കരിക്കുന്നവരും ഹജ്ജിന് പോകുന്നവരും അതുപോലെ എല്ലാ വിശ്വാസപരമായ കാര്യങ്ങൾ ചെയ്യുന്നവരും അസ്വസ്ഥരാണ് പലതിന്റെ പേരിലും. ഇവിടെ നാടും വീടും കുടുംബവും സമൂഹവും പിതാവും ഒക്കെ ഒരുപോലെ ഒരു മനുഷ്യനെതിരെ ഒന്നായി എതിരിട്ട് വന്നിട്ടും എല്ലാത്തിനെയും വകഞ്ഞു മാറ്റി മുന്നോട്ട് നീങ്ങിയ ഒരു വലിയ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്തുകൊണ്ടാണ് സാധിച്ചതെന്നറിയോ? എന്തുകൊണ്ടാണ് ഒരു സമൂഹം ഒന്നാകെ ഇബ്രാഹിം നബിയുടെ എതിരെ കടന്നു വന്നിട്ടും നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി സാധിച്ചത്? അത്തരത്തിലുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഖുർആൻ പറയുന്നുണ്ട്, നേരത്തെ ഓതിയ സൂറത്തു അൻആമിന്റെ ആ ചരിത്ര സംഭവങ്ങളുടെയൊക്കെ തുടർച്ചയായിട്ട് 82ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അല്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾ. എന്താ വിശ്വാസികളുടെ പ്രത്യേകത? ആ വിശ്വാസത്തെ ലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ വിശ്വാസത്തെ ഒരിക്കൽ പോലും ശിർക്ക് സംബന്ധമായ ഒരു അതിക്രമം, ഒരു ദുൽമ് അതിനെ കടന്നു കൂടിയിട്ടില്ല എങ്കിൽ ഉലൈക ലഹുൽ അംൻ, അവർക്ക് നിർഭയത്തുണ്ടാവും. എന്തുകൊണ്ടാ ഈ സമകാലിക ലോകത്ത് വിശ്വാസികളായ ആളുകൾ എന്ന് പറയുന്ന ആളുകൾക്ക് നിർഭയത്വം ലഭിക്കാത്തത്? നമ്മുടെ വിശ്വാസം അത് പരിപൂർണമാകുന്നില്ല. നമ്മൾ പോലും അറിയാതെ ഭയപ്പാടുകൾ, അത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഫഹും മുഹ്തദൂൻ, അവർ സന്മാർഗം പ്രാപിച്ചവരാണ്. അവിടെ തീരുന്നില്ല. ഖുർആൻ സൂറത്തു ത്വലാഖിന്റെ 2ാമത്തെ ആയത്തിൽ പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ഏത് പ്രതിസന്ധി വന്നാലും, ആരൊക്കെ ആക്രമിക്കാൻ വേണ്ടി വന്നാലും, ആരൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നത് അവർക്ക് അള്ളാഹു ഒരു പോംവഴി കാണിച്ചു കൊടുക്കുന്ന, എത്ര സമാധാനം നൽകുന്ന വാക്കാ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ അവർ മറ്റൊന്നിലേക്ക് പോകേണ്ടി വരില്ല. അവർ ഏതെങ്കിലും അക്ബറുകളിലേക്ക് പോകേണ്ടി വരില്ല. ഏതെങ്കിലും ഔലിയാക്കൾ എടുത്തു പോയിട്ട് ഭാവിയെ നിർണ്ണയിക്കേണ്ടി വരില്ല. ജ്യോത്സ്യരെ കാണേണ്ടി വരില്ല. അത്തരത്തിലുള്ള ശകുനങ്ങളിൽ അവർ വിശ്വസിക്കേണ്ടി വരില്ല. എല്ലാം എന്റെ റബ്ബിൽ നിന്നാണ്. വിശ്വാസത്തിൽ 6ാമതായി പഠിച്ച ആ കാര്യം അത് അവരുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കും. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബിയെ ആള് കാണെ വലിയ തീക്കുണ്ടാരം തയ്യാറാക്കിയിട്ട് ഒരുപാട് ദിവസങ്ങളോളം അത് ആളി കത്തിച്ചു നിർത്തുക. അവസാനം ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോ മഹാനായ പ്രവാചകൻ പറഞ്ഞു, ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. വ നിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവനായ അള്ളാഹുവാണ് എന്ന് പറയുന്നത്. വ നിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കാൻ എത്ര നല്ലതാണ് അല്ലാഹ്. ഈ ഒരു പ്രഖ്യാപനത്തിന് മറുപടിയായിട്ട് ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനം. തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ അള്ളാഹ് പറയാണ്, നാം പറഞ്ഞു, തീക്കുണ്ടാരമേ കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് ബർദായി, തണുപ്പായി, സമാധാനമായിട്ട് നീ മാറണം. ഇതെന്താണെന്നറിയോ? ഖുർആൻ സൂറത്തു ത്വലാഖിന്റെ 3ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആരാണോ അള്ളാഹുവിൽ പരമേൽപ്പിക്കേണ്ട രീതിയിൽ പരമേൽപ്പിക്കുന്നത് അവർക്ക് അള്ളാഹ് മതിയാകും. നമുക്കെന്തേ അത് തോന്നാത്തത്? ഫാസിസത്തിന്റെ, നാസിസത്തിന്റെ വാളുകൾ ഇതാ നമുക്ക് തൂങ്ങി നിൽക്കാൻ. ഏത് സമയത്തും അവർ നമ്മൾ ആക്രമിക്കും.
നമ്മളെ അവർ പ്രയാസപ്പെടുത്തും, നമ്മൾ ഈ നാട് വിട്ട് പോവേണ്ടി വരും, നമ്മുടെ മക്കളെ അവർ പ്രയാസപ്പെടുത്തും. ഇതൊക്കെ നമ്മളെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അള്ളാഹനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനേക്കാളും കടുത്ത സാഹചര്യത്തിൽ ജീവിച്ചു വന്നതാണ്. പക്ഷെ ആ പ്രവാചകന് കൃത്യമായ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസമാണ് നമ്മളിലേക്ക് കടന്നു വരേണ്ടത്. ദുൽമ് കടന്നു വന്നിട്ടില്ലാത്ത, പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കിയ ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വരണം. 4ാമത്തെ പോയിന്റ്, ഇബ്രാഹിം നബി എന്ന് പറയുമ്പോൾ അവിടുത്തെ ആദർശ കുടുംബം നമ്മൾ പരിശോധിക്കണം. ഇബ്രാഹിം നബിയുടെ കുടുംബം ആദർശപരമായി ഒരു കുടുംബം ചേർന്ന് നിൽക്കുമ്പോൾ അതിൽ നിന്നൊരു മനുഷ്യൻ അനുഭവിക്കുന്ന സമാധാനവും പിന്തുണയുമാണ്. വൈവാഹിക ജീവിതമൊക്കെ ആലോചിക്കുമ്പോൾ അത്തരം ആദർശ കുടുംബങ്ങളാവാൻ ശ്രമിക്കുക. ഇനി അതല്ല, നിലവിൽ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നവർ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് മക്കളെ ബോധ്യപ്പെടുത്തി ഉപ്പയും ഉമ്മയും മക്കളും കുടുംബനാഥനും ഒക്കെ ഒരുമിച്ച് ഒരേ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവരനുഭവിക്കുന്ന വല്ലാത്തൊരു സുഖമുണ്ട്. അത് ഇബ്രാഹിം നബിയുടെ കുടുംബ ജീവിതത്തിൽ അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയായ ഹാജറ ബീവിയുമായും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട് നമ്മൾ പല സമയത്തും കേട്ടതാണ്. എന്തേ അവർ ആ രീതിയിൽ പ്രവാചകർ പ്രതികരിച്ചത്? എന്തേ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ രീതിയിൽ തന്റെ ഉപ്പയോട് പ്രതികരിച്ചത്? കാരണം ഒറ്റൊന്നുമല്ല, അവർ യഥാർത്ഥത്തിൽ അള്ളാഹനെ മനസ്സിലാക്കിയിരുന്നു. അവർ ആദർശ കുടുംബമായിരുന്നു. മറ്റുള്ള എല്ലാത്തിനെയും മാറ്റിയിട്ട് ആദർശത്തിലേക്ക് കടന്നു വരുന്ന ഒരു കുടുംബ സംവിധാനം നമുക്കുണ്ടാക്കാൻ വേണ്ടി കഴിയണം. 5ാമത്തെ പോയിന്റ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ മുസ്ലിങ്ങളായിട്ടില്ല. ഇപ്പോഴും ഈ പറയുന്ന സമയത്തും നമ്മിൽ പലരും പൂർണ്ണാർത്ഥത്തിൽ മുസ്ലിങ്ങളായിട്ടില്ല. ഖുർആൻ സൂറത്ത് ബഖറയിലെ 131-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. ഇബ്രാഹിം നബിയോട് റബ്ബ് പറഞ്ഞു, അസ്ലിം, നീ എനിക്ക് കീഴ്പ്പെടണം. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബി പ്രഖ്യാപിച്ചു, ലോകരക്ഷിതാവായ അല്ലാഹുവിൽ ഞാനിതാ പൂർണ്ണമായി കീഴ്പ്പെട്ടിരിക്കുന്നു. അതായത് മുസ്ലിമായി ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. മുസ്ലിമായി മരിക്കാനോ ഓരോരുത്തരും റെഡിയാ, പക്ഷെ മുസ്ലിമായി ജീവിക്കാനോ ഓരോ രംഗവും നമ്മൾ പരിശോധിക്കുക. ദൈനംദിന ജീവിതത്തിൽ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിക്കുന്ന ഓരോ ഘട്ടത്തിലും ഇസ്ലാമിന്റെ നിലപാട് എന്താണോ ആ നിലപാടുകൾക്കനുസരിച്ച് നിലപാട് സ്വീകരിച്ച് മുസ്ലിമായി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റുന്നുണ്ടോ? കല്യാണങ്ങളും സൽക്കാരങ്ങളും വീടുകളും അതുപോലെയുള്ള ആഗ്രഹങ്ങളും അതുപോലെയുള്ള സ്വപ്നങ്ങളും നമ്മെ അസ്വസ്ഥമാക്കുകയും ഈ ഇസ്ലാമിന്റെ വഴിയിൽ നിന്ന് നമ്മൾ മാറി സഞ്ചരിച്ചു പോവുകയും ചെയ്യുന്നുണ്ടോ? എങ്കിൽ അത് ഇബ്രാഹിം നബിയുടെ മാർഗമല്ല, അത് ഇബ്രാഹിം നബിയുടെ മില്ലത്തല്ല, മുഹമ്മദ് നബിയുടെ സുന്നത്തുമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇബ്രാഹിം നബിയുടെ ചരിത്രം അനുസ്മരിക്കുമ്പോൾ കൃത്യമായി അത് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ, അത് ജീവിതത്തിന്റെ ഒരു മാർഗമായി സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. ആ രീതിയിൽ എല്ലാ അർത്ഥത്തിലും ദഅവത്ത് നിർവഹിക്കുന്ന, തവക്കുലാക്കുന്ന, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന, കൃത്യമായ ആദർശത്തിൽ അധിഷ്ഠിതമായ കുടുംബജീവിതം നയിക്കുന്ന, അതുപോലെ തന്നെ പൂർണ്ണാർത്ഥത്തിൽ വിശ്വാസികളായ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരായി ജീവിക്കാൻ നമുക്ക് കഴിയണം. ആ രീതിയിൽ നമ്മൾ പഠിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഏറ്റവും പവിത്രമായ ഒരു മാസത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് വിശ്വാസികൾ എന്ന നിലക്ക് സാമ്പത്തികമായി കഴിവുള്ള ആളുകൾ ഉളുഹിയ്യത്ത് കർമ്മത്തിൽ പങ്കാളികളാവുക എന്നത് പ്രവാചകൻ പഠിപ്പിച്ച പ്രബലമായ ഒരു സുന്നത്താണ്. കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ച പോലെ ഇസ്ലാമികമായ ചില ചിഹ്നങ്ങളിൽ ഏറ്റവും ഗൗരവത്തോടു കൂടി ഖുർആൻ പഠിപ്പിച്ച, പ്രവാചകൻ പഠിപ്പിച്ച ഒരു അടയാളമാണ് ബലി മൃഗങ്ങൾ എന്ന് പറയുന്നത്. പള്ളിയും അതുപോലെ ഇസ്ലാമികമായ മറ്റു ഒരുപാട് അടയാളങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രബലമായ ഒന്നാണ് ആ ബലിമൃഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സാമ്പത്തികമായി ശേഷിയുള്ള ആളുകൾ ഇനിയും സമയം വൈകിക്കാതെ എത്രയും പെട്ടെന്ന് അതിന് പങ്കാളികളാവാൻ പരിശ്രമിക്കുകയും അതിനുവേണ്ടി ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്താൻ നമുക്കറിയാം. കഴിഞ്ഞ വർഷമൊക്കെ വളരെ വിപുലമായി ബലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുതുബ നിർവഹിച്ചതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അതിനെക്കുറിച്ച് സൂചിപ്പിച്ച് പോവാൻ. നമുക്കറിയാം, ബലി അറുക്കുന്ന സമയത്ത് ഒരാൾക്ക് സ്വന്തമായി ബലി അറുക്കാം.
അതല്ല 7 പേര് കൂടി ഒരുമിച്ച് ബലിയർക്കാം. ആടാണെങ്കിൽ 7 പേര് ഒരുമിച്ച് കൂടാൻ കഴിയില്ല. അതല്ല കാലികളായ മറ്റു മൃഗങ്ങളാണെങ്കിൽ, പോത്താവട്ടെ കാളയാവട്ടെ, ആ രീതിയിലുള്ളതാണെങ്കിൽ 7 പേർക്ക് വരെ പരമാവധി. അത് 7 പേരാവണം എന്നുള്ളത് ഷർത്തല്ല. പലപ്പോഴും നമ്മൾ അങ്ങനെ മനസ്സിലാക്കി 7 ആളായാലേ ബലിയെടുക്കാൻ പറ്റും. അങ്ങനെയല്ല. ഒരു ബലിമൃഗം ഒരാൾക്ക് ഒറ്റക്കോ, 2 ആൾക്ക് ചേർന്നോ, 3 ആൾക്ക് ചേർന്നോ, 4 ആൾക്ക് ചേർന്നോ, 5 ആൾക്ക് ചേർന്നോ, 6 ആൾക്ക് ചേർന്നോ, പരമാവധി 7 ആളുകൾക്ക് ചേർന്നോ ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കി 7 ആള് കൂടിയാലേ ബലിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോ എന്താ ചെയ്യാ, 5 ആളെ ആയിട്ടുള്ളൂ എന്ന് പറയും. അത് വേണ്ട. 5 ആളായാൽ ആ 5 ആളുകൾക്ക് 5 ഷെയർ എടുത്തിട്ട് ഒരു ബലിമൃഗത്തെ വാങ്ങാൻ പറ്റുമെങ്കിൽ അവർക്ക് ആ രീതിയിൽ ബലിയെടുക്കാം. അപ്പൊ ആ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ ബലിമൃഗത്തെ വാങ്ങുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ആളുകൾ പോയിട്ട് അതിന് രോഗങ്ങളും മറ്റു പ്രയാസങ്ങളും ന്യൂനതകളും ഒന്നും ഇല്ലാത്തതാണ് എന്ന് കൃത്യമായി ഉറപ്പുവരുത്തി അതിന് വേണം നമ്മൾ ബലിയെടുക്കാൻ. പൈസ എവിടുന്നാണോ കുറഞ്ഞു കിട്ടുക, അവിടെ പോയിട്ട് കണ്ട ഏതെങ്കിലും ഒരു ചാവാലിയായ ഒരു ബലിമൃഗത്തെ ബലിയെടുക്കുന്നതിനെ കുറിച്ചല്ല. അത് സാമ്പത്തികമായി ലാഭം നോക്കുന്ന ഒരു ഒരു രീതിയല്ല. അത് മാനസികമായ ഒരു തയ്യാറെടുപ്പാണ്. അള്ളാഹുവിന്റെ മതചിഹ്നത്തെ, അള്ളാഹുവിന്റെ കൽപ്പനയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നതാണ് നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, ബലിയെറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ദുൽഹിജ്ജ 1 മുതൽ ബലി അറുക്കുന്നത് വരെ നഖം വെട്ടാനോ അതുപോലെ മറ്റു ശരീരത്തിലെ മറ്റു രോമങ്ങൾ നീക്കം ചെയ്യാനോ പാടില്ല. നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് മനസ്സിലാക്കുന്നു, ഞാൻ സൂചിപ്പിച്ച പോലെ അള്ളാഹുവിന്റെ ഒരു അടയാളം എന്നുള്ള നിലയ്ക്ക്, മതപരമായ ഒരു ചിഹ്നം എന്ന നിലയ്ക്ക്, ആ ഒരു ഗൗരവപരമായ ഈ ഒരു പുണ്യകർമ്മത്തിൽ, സുന്നത്തിൽ നിങ്ങൾ എല്ലാവരും പരമാവധി പങ്കുചേരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഈ ഒരു സമയം അൽമനാർ മാസികയുടെ പ്രചരണ കാലമാണ്. നമ്മുടെ വീടുകളിൽ മറ്റൊരുപാട് മാസികകളും പ്രസിദ്ധീകരണങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അൽമനാറിന് വേണ്ടി സമീപിക്കുമ്പോൾ നമുക്ക് അന്നേരം തുടങ്ങും സാമ്പത്തികമായി വലിയ പ്രയാസം പറയാം. ആകെ ഒരു വർഷത്തിൽ 12 കോപ്പിയാണ് നമുക്ക് വരിക. അതിന് 150 ആ റേഞ്ചിലുള്ള ഒരു ചെറിയ പൈസ ഇതിന് വരുള്ളൂ. ഇനി അതിനേക്കാളും കൂടിയാലും ശരി. ഓരോ മാസവും 350, 400, 500, 600 ഒക്കെ മൊബൈൽ ഫോണിൽ ഡാറ്റ ചെയ്യുന്നതിന് വേണ്ടി പണം മുടക്കുന്ന ആളുകൾ ഒരു വർഷത്തേക്ക് ഒരു 150 അൽമനാറ് ചേർത്തിന് ചോദിക്കുമ്പോൾ അവരില്ലാത്ത സാമ്പത്തിക പ്രയാസം ഉണ്ടാവില്ല. ഞാൻ പറയുന്നത്, ഈ പള്ളിയിലെ അല്ലെങ്കിൽ ഈ മഹലിലെ മുഴുവൻ വീടുകളിലും ഒരു അൽമനാറിന്റെ കോപ്പി ഉണ്ടാവണം. മതപരമായി, ആധികാരികമായി ഓരോ വിഷയങ്ങളിലും, സമകാലികമായ ഓരോ വിഷയങ്ങളിലും ഇസ്ലാമികമായ കാഴ്ചപ്പാടുകൾ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളുടെ അകമ്പടിയോടുകൂടി കൃത്യമായി സമർപ്പിക്കുന്ന കേന്ദ്രത്തിന്റെ മുഖപത്രമാണ്. കേന്ദ്രമുകാരായി അല്ലെങ്കിൽ മുജാഹിദുകളായി നിൽക്കുക, ഒരു മാസികയോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു രീതി ഉണ്ടാവരുത്. ഈ പള്ളിയിലുള്ള മുഴുവൻ ആളുകളും അടുത്ത ഇതിന്റെ പ്രചരണമൊക്കെ കഴിയുന്ന സമയത്ത് ചാലിയം ചാലിയം പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ വീടുകളിലും ഈ വർഷം അൽമനാർ ചേർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി വെക്കുക, ആളുകൾക്ക് കിട്ടുന്ന സ്ഥലത്ത് വെക്കുക. ചിലപ്പോൾ വിരുന്നാർ വന്ന സമയത്ത് ചായ ഉണ്ടാക്കണ ആ ഗ്യാപ്പിൽ ഒന്ന് വായിച്ചു നോക്കിയതായിരിക്കും, അവർക്കത് ഹിദായത്തായിട്ട് മാറും. ആ രീതിയിൽ നമ്മൾ അതിനെ നിങ്ങൾ കാണണമെന്ന് ഓർമ്മപ്പെടുത്താൻ. അതുപോലെ മറ്റൊരു കാര്യം, മദ്രസയുടെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മാനവ സമൂഹത്തിന്, വിശ്വാസി സമൂഹത്തിന് മാതൃകയായി നിലകൊള്ളുന്നത് അവിടുത്തെ കുടുംബത്തിന്റെയും കൂടെ ഒരു മഹത്തരമായ പങ്ക് അതിനുണ്ട്. അതിന് നമുക്കെന്ത് വേണം? നമ്മളൊക്കെ നല്ല ആദർശ ബോധമുള്ളവരാണ്, നമ്മൾ നമസ്കരിക്കുന്നവരാണ്. പക്ഷെ മക്കൾ അവരെന്തെങ്കിലും ആവട്ടെ. മദ്രസ അത് വലിയ ബുദ്ധിമുട്ടാണ്. സ്കൂൾ പഠനത്തത് വല്ലാതെ ബാധിക്കും. ട്യൂഷൻ ഉണ്ട്, അതുകൊണ്ട് കഴിയില്ല. രാവിലെ എണീറ്റ് പോകുക വലിയ പ്രയാസമാണ്. മഴക്കാലത്ത് അതിനേക്കാളും വലിയ പ്രയാസം. ഇങ്ങനെ ഒരുപാട് കഴിവുകൾ, ന്യായീകരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷെ അവസാനം അവർ നമുക്ക് ശത്രുക്കളായി മാറുന്ന ഒരു സാഹചര്യം വരാതിരിക്കണമെങ്കിൽ മദ്രസയിൽ ചേർത്തുകയും സ്കൂൾ പഠനത്തിന് എത്രമാത്രം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുവോ അത്രമാത്രം പ്രാധാന്യത്തോട് മദ്രസ പഠനത്തെ നിങ്ങൾ സമീപിക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മൾ ചെയ്യുന്ന മുഴുവൻ അമലുകളും ഏറെ ഇഷ്ടത്തോടെ നമ്മിൽ നിന്നും കബൂൽ ചെയ്ത് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അതുപോലെ നമ്മുടെ ഹൃദയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ടവർ, മക്കളെ കൂട്ടത്തിലുണ്ട്, ഇണകളെ കൂട്ടത്തിലുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അള്ളാഹു അവർക്കൊക്കെയും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത മുഴുവൻ നന്മകളെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. പോരായ്മകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ.
അതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ അമലു സ്വാലിഹാത്തുകളും റഹ്മാനായ റബ്ബേ നീ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ റഹ്മാനെ. മനുഷ്യ സഹജമായി വീഴ്ചകൾ ഞങ്ങളിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം പൊറുക്കുന്ന നാഥ ഗഫ്ഫാറായ റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മഹലുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ കുടുംബങ്ങളിലും അല്ലാതെയും ഒക്കെയുള്ള ഒരുപാട് സഹോദരി സഹോദരന്മാർ, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, അവർ പല വിധത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. അല്ലാഹുവേ, ഈ പള്ളിയിലൊക്കെ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന ചില ആളുകളൊക്കെ പള്ളിയിലേക്ക് വരാൻ പോലും കഴിയാത്ത വിധം പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവേ, അവരുടെ ഒക്കെ പ്രയാസം ഞങ്ങളെക്കാൾ ഏറെ അറിയുന്നവൻ അല്ലാഹുവേ നീ മാത്രമാണ്. അതിന് പരിഹാരം നൽകാൻ കഴിയുന്നവനും അല്ലാഹുവേ നീ മാത്രമാണ്. അത്തരത്തിലുള്ള മുഴുവൻ സഹോദരന്മാരുടെ പ്രയാസങ്ങളെ നീ ദൂരീകരിക്കണം റഹ്മാനെ. ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് അവർക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. വീണ്ടും പള്ളിയുമായി ഇടപെടാനും സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖും മനസ്സും വിശ്വാസവും ഈമാനും അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം ചെയ്യുകയും ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഈ പള്ളിയും മദ്രസയും അനുബന്ധമായ മറ്റ് സ്ഥാപനങ്ങളും ഒക്കെയായി സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ ഇടപെട്ടും സഹകരിച്ചും മുന്നോട്ട് പോകുന്നവരാണ് റബ്ബേ ഞങ്ങളൊക്കെയും. ഇതിനൊക്കെയും പകരമായി അല്ലാഹുവേ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾക്ക് നീ ഇടം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനായി യാത്ര പുറപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെയും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമാണ് എന്നതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, അല്ലാഹുവേ, അവരുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കണം റഹ്മാനെ. നിർഭയത്വത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാനുള്ള സാഹചര്യം അവർക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ അഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار.